ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി 128 മണിക്കൂർ പിന്നിടുകയാണ്. അർജുനായി പ്രതീക്ഷയോടെ ഒരു നാട് മുഴുവൻ, ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുകയാണ്. തെരച്ചിലിനായി ഇപ്പോൾ സൈന്യം അവിടെ എത്തിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരം, ഇപ്പോൾ ജില്ലാ കളക്ടർ ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് സൈന്യത്തിന് കൈമാറിയിരിക്കുകയാണ്. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ വിലയിരുത്തി സൈന്യത്തിന്റെ നേരിട്ടുള്ള ഓപ്പറേഷനിലേക്ക് ഷിരൂരിൽ കാര്യങ്ങൾ എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം നമുക്കിപ്പോൾ ഷിരൂരിൽ നിന്ന് ലഭിക്കുന്നത്. ആർമിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ജില്ലാ കളക്ടർ നൽകിയ ആ റിപ്പോർട്ട് ഇപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷം നേരിട്ട് ഈ റെസ്ക്യൂ മിഷൻ സൈന്യം ഏറ്റെടുക്കാൻ പോവുകയാണ്. കേരളത്തിൽ നിന്നെത്തിയ ദുരന്ത നിവാരണ വിദഗ്ധനായ രഞ്ജിത്ത് ഇസ്രയേൽ അടങ്ങുന്ന സംഘം അവിടെ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ MLA-മാരും MP-യും ഒക്കെ അടങ്ങുന്ന സംഘവും അവിടെ രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. സൈന്യം പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇതുവരെ ചെയ്ത ഭാഗത്തെ മണ്ണുനീക്കം, അതിനപ്പുറത്ത് മണ്ണു നീക്കാനായി കിടക്കുന്ന ഭാഗത്തു നിന്നുള്ള രക്ഷാപ്രവർത്തനം, അതാണ് ഊർജിതമായി നടക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ സ്ഥലത്ത് മഴ പെയ്യുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കനത്ത മഴ പ്രദേശത്ത് പെയ്യുന്നുണ്ട് എന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. രക്ഷാദൌത്യത്തിന് മഴ വെല്ലുവിളിയാവുകയാണ്. കനത്ത മഴയാണ് പെയ്യുന്നത്. വലിയ മഴത്തുള്ളികൾ ആഞ്ഞു പതിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അർജുനായി ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. സേവ് അർജുൻ എന്ന ഹാഷ്ടാഗുമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ രക്ഷാദൌത്യത്തിലേക്കാണ് ഇപ്പോൾ ഉറ്റുനോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് റിപ്പോർട്ടർ. ഇനി ഒരു വാർത്തയിലേക്കും നമ്മൾ മാറുന്നതേയില്ല. ഷിരൂരിൽ നിന്ന് അർജുനെ കണ്ടെടുക്കുന്നതുവരെ ആ വാർത്തയിൽ തന്നെ നമ്മൾ തുടരും. അല്പസമയം മുൻപാണ് അർജുന്റെ വാഹനം നിർത്തിയിട്ടിരുന്ന ഇടത്തുകൂടി വാഹനം കൊണ്ടുപോയ സവാദ് നമ്മളോട് പ്രതികരിച്ചത്. സവാദ് പറഞ്ഞത് 5:30 അർജുനെ വണ്ടിക്കുള്ളിൽ ഉറങ്ങുന്ന നിലയിൽ ഞാൻ കണ്ടിരുന്നു. 3:30 അർജുൻ വണ്ടി അവിടെ നിർത്തിയിട്ടിരുന്നത് എന്ന് അർജുന്റെ സുഹൃത്ത് സമീർ പറഞ്ഞു. 2 മണി മുതൽ 3:15 വരെ സമീറുമായി അർജുൻ ഫോണിൽ സംസാരിച്ചിരുന്നു. 3:30 ഷിരൂരിൽ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് തൊട്ട് എതിർവശത്തുള്ള മലഞ്ചെരുവിൽ അതുവഴി പോകുന്ന ദേശീയപാതയുടെ വെളുത്ത വരയുടെ 1 മീറ്റർ ഇപ്പുറത്തായാണ് ആ വാഹനം അർജുൻ നിർത്തിയിട്ടിരുന്നത്. അതിൻ്റെ കൃത്യമായ പൊസിഷൻ സവാദിൽ നിന്ന്, സമീറിൽ നിന്ന് ഒക്കെയുള്ള സംഭാഷണത്തിലൂടെ ഗൂഗിൾ ഇമേജുകളിൽ നിന്ന് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അത് അവിടെ തന്നെയായിരിക്കും ഇനിയിപ്പോൾ ആർമി രക്ഷാപ്രവർത്തനം നടത്താൻ പോകുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. അതായത് അർജുൻ ആ വണ്ടിക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ മണ്ണിടിഞ്ഞു വീണു എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ആ അർജുൻ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് തൊട്ടു പിന്നിൽ ഉണ്ടായിരുന്ന വിനീഷ് നമുക്കൊപ്പം ചേരുകയാണ് റിപ്പോർട്ടറിൽ തത്സമയം. വിനീഷ്, അർജുൻ ആ വാഹനം അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമ്പോൾ അത് ഏകദേശം ആ സമയത്ത് തന്നെയാണോ വിനീഷും അവിടേക്ക് വന്നത്? അതെ, ഞാൻ 6 മണിയായപ്പം അവിടെ വന്നതാണ്. 6 മണി തൊട്ട് 7:45 വരെ അവിടെ കിടന്നുറങ്ങി. ആ വണ്ടി കിടന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വണ്ടി ഇട്ടത്. അതായത് ചായക്കടയ്ക്ക് മുന്നിലാണോ ഇട്ടിരുന്നത്? ചായക്കടയ്ക്ക് മുന്നിൽ അവിടെ ഒരു വലിയ മരം നിൽപ്പുണ്ട്, അതിന്റെ സൈഡിലായിട്ടാണ് ഇട്ടത്. അത് ഞാൻ റോങ് സൈഡ് കയറി വന്ന് വണ്ടി കഴുകാൻ വേണ്ടി ആ സൈഡിൽ കൊണ്ട് ഇട്ടതാ. അതായത് ആ രണ്ടായി പിരിയുന്ന വഴി, ആ ദേശീയപാതയുടെ രണ്ടായി പിരിയുന്ന വഴിയുടെ ഒരു ഭാഗത്ത് വിനേഷ് വണ്ടി നിർത്തിയിട്ടു അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ വണ്ടി കിടന്നിരുന്നത്, അർജുന്റെ വണ്ടി കിടന്നിരുന്നത്. അവിടെ നിന്ന് വിനേഷ് വണ്ടി എടുത്ത് പോകുമ്പോൾ അർജുൻ ഉറങ്ങുകയായിരുന്നു. ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് പോരുന്ന ഏകദേശം ഒരു 8 മണിക്ക് ശേഷം, 8:10 ആയിട്ടുണ്ട്. അപ്പോൾ ആ അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു വിനേഷ്. ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞ ഒരു ടോളുണ്ട്, ടോൾ എത്തുന്നതിന് മുന്നേ ഈ അപകടം ഉണ്ടായത്. വിനേഷ്, ഇപ്പോൾ റിപ്പോർട്ടർ TV കാണാനുള്ള ഏതെങ്കിലും സംവിധാനത്തിലാണോ? TVക്ക് മുന്നിലാണോ? അതോ വിനേഷിന് മൊബൈലിൽ യൂട്യൂബിലെങ്കിലും കാണാൻ കഴിയുമോ? നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യത്തിൽ എവിടെയാണ് ആ വാഹനം കിടന്നിരുന്നത് എന്ന് വിനീഷിനോടൊന്ന് ചോദിക്കുന്നതിനായാണ്. ഒരു മിനിറ്റ്, ഞാൻ വണ്ടിയിലാണുള്ളത്. ഇപ്പൊ നേരെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക, ബോംബെക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ അപകട സ്ഥലത്തേക്ക് പോവുകയാണോ? അങ്ങോട്ട് പോവാ, ബോംബെ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കാസർഗോഡ് ആയതേ ഉള്ളൂ. യൂട്യൂബിൽ വിനീഷ് റിപ്പോർട്ടർ ലൈവ് ഒന്ന് എടുക്കാമോ? കാരണം ഈ അപകടം നടന്ന സ്ഥലം ഏറ്റവും നന്നായി അറിയാവുന്ന ആളാണ് വിനീഷ്. അപ്പോൾ വിനീഷിലൂടെ രക്ഷാപ്രവർത്തനത്തിന് നമുക്ക് കുറച്ചുകൂടി വിവരങ്ങൾ കൈമാറാൻ കഴിയും. ഇപ്പോൾ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലൊന്നും ഒരു വിവരവും നമുക്ക് കിട്ടാത്ത സാഹചര്യമാണെന്ന് വിനീഷിനും അറിയാമല്ലോ. അപ്പോൾ എവിടെയാണ് അർജുന്റെ വാഹനം ഇട്ടിരുന്നത് എന്നുള്ളത് ഞങ്ങളിപ്പോൾ ഗൂഗിൾ സാറ്റലൈറ്റ് ഇമേജുകൾ വഴിയുള്ള പഴയ ദൃശ്യങ്ങളാണത്. ഈ ഒരു ടാങ്കർ ലോറി കിടക്കുന്നത് കാണുന്നുണ്ടോ ഇപ്പോൾ? ഒരു മിനിറ്റ്, റിപ്പോർട്ടർ ലൈവ് അതും അതെ അതെ ഇറങ്ങി പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇനി കാണുന്നത്.
കുറെ ആളുകൾ നിൽക്കുന്ന ഇപ്പൊ കാണുന്നുള്ളൂ. അല്ല, ലൈവിലേക്കാണ് പോകേണ്ടത്. യൂട്യൂബിൽ പോയിട്ട് ലൈവ് എന്നുള്ള ഓപ്ഷനിലാണ് ഇപ്പോൾ കാണുന്നത്. അവസാനം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ആ മുകളിലായി വീഡിയോസ് ലൈവ് എന്ന് പറഞ്ഞിട്ട് ലൈവ് എന്നുള്ള ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ എന്നെ കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ അതിന്റെ ഒന്ന് വീഡിയോ, അതിന്റെ ഒന്ന് ഓഡിയോ എന്ന് കുറച്ചോളൂ. മൊബൈലിന്റെ ഓഡിയോ എന്ന് കുറച്ചോളൂ. നമുക്ക് വിനീഷിന്റെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ആ കാണിക്കുന്ന സ്ഥലം, അവിടെ എനിക്ക് തോന്നുന്നു വിനീഷിന് നമുക്ക് ആ സ്ഥലം കുറച്ചുകൂടി കൃത്യമായി കാണിച്ചു കൊടുക്കാൻ കഴിയും. നമ്മുടെ ടച്ച് സ്ക്രീനിൽ അത് കാണിച്ചു കൊടുക്കാൻ കഴിയും. ആ വാഹനം നിർത്തിയിട്ടിരിക്കുന്നു. ഒരു ടാങ്കർ ലോറി കിടക്കുന്നത് ഇപ്പോൾ വിനീഷ് കാണുന്നില്ലേ? ആദ്യം കിടക്കുന്ന ടാങ്കർ ലോറി അല്ല, അതിന്റെ മുന്നേ കിടക്കുന്ന ടാങ്കർ ലോറി ഇല്ലേ? നമ്മളത് കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്യാം. ആദ്യം ആ രണ്ടാമത്തെ ടാങ്കർ ലോറി കാണുന്നുണ്ടോ? അതായത് റൈറ്റ് സൈഡിൽ ഒരു വലിയ മരം നിൽപ്പുണ്ട്. റൈറ്റ് സൈഡ് വലിയ മരം. ഓക്കെ, ഇതാണ് ആ ഒരു ഒറ്റ മരമാണ്. ഒറ്റ മരം. ആ മരത്തിന്റെ ചോട്ടിലായിരുന്നു ഞാൻ വണ്ടി ഇട്ടിരുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റാ വണ്ടി കിടന്നിരുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ആ ടാങ്കർ ലോറികൾക്കിടയിലുള്ള സ്ഥലം, 2 ടാങ്കർ ലോറികൾക്കിടയിലുള്ള സ്ഥലം, അവിടെയാ കിടന്നിരുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ടാങ്കർ ലോറിയാണോ? ഒന്ന് നോക്കാമോ? ആ ടാങ്കർ ലോറി കിടക്കുന്ന സ്ഥലത്താണോ? ഒരു മിനിറ്റ്, ഇങ്ങനെ സൈഡ് ഒന്ന്, റൈറ്റ് സൈഡ് ഒന്ന് കാണിക്കാമോ? റൈറ്റ് സൈഡ്, അതായത് ആ മരത്തിന്റെ ഭാഗം കാണിച്ചാൽ വിനീഷിന് കാണിക്കാൻ കഴിയും. നമ്മുടെ ടെക് ടീം അത് കാണിക്കുന്നുണ്ട്. അവിടെ 1-2 മരങ്ങളുണ്ട്. വലിയ മരമുണ്ട്. വലിയ മരം, കടയോട് ചേർന്ന് നിൽക്കുന്ന വലിയ മരമുണ്ട്. അതായത് ചായക്കടയോട് ചേർന്ന് നിൽക്കുന്ന മരം. ചായക്കടയോട് ചേർന്ന് നിൽക്കുന്ന വലിയ മരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വണ്ടി കിടന്നിരുന്നത്. ഞാൻ ആ മരത്തിന്റെ അവിടെ വണ്ടി ഇട്ടിരുന്നത്. ഓക്കെ, ആ മരത്തിന് താഴെ ഇപ്പോൾ ഒരു ലോറി കിടക്കുന്നുണ്ട്. ടാങ്കർ അല്ല, അല്ലാത്ത ഒരു ലോറി. കണ്ടെയ്നർ ലോറി കിടക്കുന്നു. അതെ, കണ്ടെയ്നർ ലോറിയുടെ നേരെ എതിർവശത്തേക്ക് നമുക്കൊന്ന് സൂം ചെയ്ത് പോകാം. ടെക് ടീം പ്ലീസ്. ഇപ്പുറത്തെ ഭാഗത്ത് അതാ 2 ടാങ്കർ ലോറികൾ കിടക്കുന്നു. ആ ടാങ്കർ ലോറികൾക്കിടയിലാണോ വിനീഷ് അർജുന്റെ ലോറി കണ്ടത്? അതാ ഇപ്പോൾ നോക്കിക്കോളൂ. കുറച്ചുകൂടി സൂം ചെയ്ത് കാണിക്കാം. അതായത് മറുഭാഗത്ത് ഏകദേശം ബാക്കിലെ ടാങ്കറും അതിന്റെ അവിടെ തന്നെയാണ് കിടക്കുന്നത്. പിന്നിലായി കാണുന്ന ടാങ്കർ ഇട്ടിരുന്ന സ്ഥലത്ത് അവിടെയാ കിടന്നിരുന്നത്. അത് ആ സൈഡ് നല്ലപോലെ ചേർത്തായിട്ടിരുന്നത്. അപ്പൊ വണ്ടി ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. ഈ വണ്ടി കളർ കണ്ടിട്ട് ഞാൻ പുറകോട്ട്, നമ്മുടെ വണ്ടി എടുത്തോണ്ട് വന്നപ്പോൾ കളർ കണ്ട് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഓക്കെ, എക്സാക്ട് പൊസിഷനാണ് ഇപ്പോൾ വിനീഷ് പങ്കുവെക്കുന്നത്. വളരെ നിർണായകമായ വിവരങ്ങളാണ്. അതായത് അപകടത്തിന് അരമണിക്കൂർ മുൻപ് അർജുനെയും ലോറിയെയും കണ്ടയാളാണ് വിനീഷ്. ആ മറുഭാഗത്ത് ആ ഒറ്റമരം നിൽക്കുന്നയിടത്താണ് വാഹനം ഇട്ടിരുന്നത്. അതിന്റെ മറുഭാഗത്തായുള്ള കിടക്കുന്ന ടാങ്കർ ലോറികൾ, 2 ലോറികൾ കിടക്കുന്ന ഇമേജിന്റെ നടുക്കേക്ക് നമുക്കൊന്ന് സൂം ചെയ്യണം. അവിടെയാണ്. ഇപ്പോൾ നോക്കൂ, ഈ മറുഭാഗത്ത് നിന്ന് നമ്മൾ അവിടേക്ക് പോയി നോക്കുകയാണ് വിനീഷ്. അവിടെയായിട്ട് മുകളിൽ ഒരു ടവറുമുണ്ട്. അവിടെ തന്നെ. അതെ, ആ താഴെ ഭാഗത്തായിട്ടാണ്. അതെ, അവിടെ തന്നെ. ഇടതുവശത്ത് മറ്റേ വഴി അങ്ങോട്ടേക്ക് പോകുന്ന, ബൽഗാമിലേക്ക് പോകുന്ന വഴിയിലും ഒരു ടവറുണ്ട്. മനസ്സിലായി. അവിടെയാണ്. ഈ ടാങ്കർ കിടന്നിടത്ത് തന്നെയാ വണ്ടി കിടന്നിരുന്നത്. ഈ ടാങ്കർ കിടന്നിടത്താണ് വണ്ടി കിടക്കുന്നത്. അതായത് ഒന്നാമത്തെ ടാങ്കറാണോ, അതിന് പിന്നിലത്തെ ടാങ്കറാണോ? കറക്റ്റ് ആ 2 ടാങ്കറിന്റെ ഒരു സെന്ററായിട്ട് വരും. അതായത് എന്റെ വണ്ടിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പം ഓക്കെ, ആ വലിയ മരത്തിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗം. അത് അവർ ടാങ്കർ കിടക്കുന്നിടത്ത് തന്നെയാ. ആദ്യത്തെ ടാങ്കറാണോ രണ്ടാമത്തെ ടാങ്കറാണോ? ആ 2 ടാങ്കറിന്റെ ഗ്യാപ്പിലായിട്ട് വരുന്ന സ്ഥലത്ത് തന്നെ. അതായത് അത് തന്നെ, 2 ടാങ്കറിന്റെ ഗ്യാപ്പിലായിട്ട് വരും, മരത്തിന്റെ ഓപ്പോസിറ്റ്. അത് തന്നെ. ഓക്കെ വിനീഷ്, ഇപ്പോൾ നേരത്തെ അതുവഴി കടന്നുപോയ 5:30 കടന്നുപോയ സവാദും പറഞ്ഞത് ഇതേ ലൊക്കേഷനാണ്. ഇപ്പോൾ വിനീഷും പറയുന്നത് ഇതേ ലൊക്കേഷനാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ അതായത് മലയോട് ചേർന്നാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത് അല്ലേ? റോഡിൽ നിന്ന് വളരെ മാറിയാണ്. ചേർന്ന പാർക്ക് ചെയ്തിരുന്നത്. വെള്ളവരയ്ക്ക് അകത്തായിട്ട് നല്ലപോലെ ഒതുക്കിയാണ് വണ്ടി ഇട്ടിരുന്നത്. നല്ലതുപോലെ ഒതുക്കിയാണ്. ഇപ്പോൾ മണ്ണ് കിടക്കുന്നത് വെള്ളവര വരെ മണ്ണ് കിടക്കുന്നുണ്ട് വിനീഷ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിച്ചത്. നല്ലപോലെ ഒതുക്കിയാണ് വണ്ടി ഇട്ടിരുന്നത്. വെള്ളവരയ്ക്ക് അകത്തായിട്ടാണ് വണ്ടി കിടന്നിരുന്നത്. അവിടെ നേരത്തെ തന്നെ പാറക്കല്ലുകളൊക്കെ ഉള്ള ഒരു മേഖലയല്ലേ? അതായത് ഈ കുന്നിന്റെ ഭാഗം. അതിന്റെ താഴത്തായിട്ട് കുറച്ച് കല്ലുകളൊക്കെ കൂടി കിടക്കുന്ന, വെള്ളം ഇങ്ങനെ ചാടുന്ന പൈപ്പൊക്കെ വെച്ചിട്ടുണ്ടായി. അതിന്റെ പിന്നിലായിട്ടാണ്, ആ ഒരു വെള്ളം ചാടുന്ന പൈപ്പ് ഉള്ളതിന്റെ പിന്നിലായിട്ടാണ്. അത് ആ സൈഡിൽ തന്നെ ചേർന്നാ കിടന്നിരുന്നത്, ആ കല്ലൊക്കെ കിടക്കുന്നത്.
കല്ലൊക്കെ കിടക്കുന്ന ഭാഗത്ത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സൂം ചെയ്യാമെന്ന് തോന്നുന്നു. ആ ഒന്നാമത്തെ ടാങ്കറിന്റെ തൊട്ട്, അതായത് ഒന്നാമത്തെ ടാങ്കറും രണ്ടാമത്തെ ടാങ്കറും തമ്മിലുള്ള ഇടഭാഗത്ത്, ഒന്നാമത്തെ ടാങ്കറിന്റെ ഏകദേശം പകുതി, ആ ടാങ്കറിന്റെ പകുതി ഭാഗം മുതലുള്ള ഭാഗത്താണ് ഇട്ടിരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി അകത്തേക്ക് സ്പേസും ഉണ്ടല്ലേ വഴിയിൽ നിന്ന്? അതെ അതെ. വിനീഷ് 8:10 അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴും അർജുൻ ഉറക്കത്തിലായിരുന്നു. വണ്ടിയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി. എന്റെ വണ്ടി ഞാൻ റിവേഴ്സ് എടുത്ത് അപ്പുറത്തെ ട്രാക്കിൽ കയറിയാ ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അതായത് അർജുന്റെ ട്രാക്കിൽ കയറി. അവിടുന്ന് അവിടുന്ന് വണ്ടി റിവേഴ്സിലേക്ക് പോയി. അപ്പൊ അവിടെ റൈറ്റ് സൈഡിൽ കടയുടെ അവിടെ ഒരു ടാങ്കർ ഉണ്ടായിരുന്നു, മറ്റേ ഗ്യാസ് ടാങ്കർ. അവിടുന്ന് റിവേഴ്സ് എടുത്ത് നേരെ പുറകിലേക്ക് പോയിട്ട് അപ്പുറത്തുനിന്ന് ആ സിംഗിൾ റോഡിൽ നിന്ന് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് കയറി പോന്നു. ഞാൻ അപ്പൊ വണ്ടിയിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പൊ വണ്ടി അവിടെ ഉണ്ട്, ആളുണ്ട്. ആൾ ഉറങ്ങുകയാണ്. ഉറങ്ങുകയായിരുന്നു. ഓക്കെ, അപ്പോൾ സമയം 8:10. 8 മണി കഴിഞ്ഞോളൂ. 8:10. ഞാൻ 7:45 എണീറ്റു. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ടാ പോകുന്നത്. വിനീഷ്, അപ്പോൾ ഈ ലക്ഷ്മണന്റെ ചായക്കടയിൽ വിനീഷ് കയറുമ്പോൾ അവിടെ ലക്ഷ്മണന്റെ ഭാര്യയും ലക്ഷ്മണനും പിന്നെ മറ്റേ സഹായിയും 2 മക്കളും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടാ പോകുന്നത്. ആ ചേച്ചി അടക്കം മരിച്ചു വിനീഷ്? അറിഞ്ഞു. ഞങ്ങൾ സ്ഥിരം കയറുന്നതാണ് കടയിൽ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും കയറുന്നത്. അങ്ങോട്ട് പോയപ്പോൾ അവിടെ നിർത്തി കുളിച്ച് വണ്ടിയെല്ലാം കഴുകിയിട്ട് പോയതാ, ഭക്ഷണവും കഴിച്ചു. ആ കടയിൽ ആ സമയത്ത് വിനീഷ് പോരുമ്പോൾ കടയിൽ കഴിക്കാനായിട്ടൊക്കെ ആളുകൾ കൂടുതലായി വന്നിരുന്നോ? ഇല്ല, 2 പേരുണ്ടായിരുന്നു. 2 അണ്ണന്മാരുണ്ടായിരുന്നു അവിടെ. ഓക്കെ, വിനീഷ് ഒന്ന് തുടരണം. മുഖ്യമന്ത്രി വിനീഷ് ഒന്ന് തുടരണം. കുറച്ചുകൂടി വിവരങ്ങൾ നമുക്ക് വിനീഷിനോട് ചോദിക്കാനുണ്ട്.